ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 എന്ന ഈ വർഷത്തിലെ 4 ഓണ സിനിമകളും ആദ്യ ഷോ തിയേറ്ററുകളിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒപ്പം 4 സിനിമകളുടെ യഥാർത്ഥ അഭിപ്രായങ്ങൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ 4 സിനിമകളുടെ ഓണ സിനിമകളുടെ അഭിപ്രായങ്ങൾ, ഒപ്പം തന്നെ ഓണം ബോക്സ് ഓഫീസിൽ ഏത് സിനിമയാണ് മുന്നിട്ട് നിൽക്കുന്നത്, അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സിനിമകൾ ഏത് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഓണക്കാലത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണല്ലോ മലയാളത്തിൽ നിന്നും അജയന്റെ രണ്ടാം മോഷണം ടൊവിനോ നായകനെത്തിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആദ്യ ദിവസം തന്നെ നല്ല അഭിപ്രായങ്ങൾ, പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുത്തത്. എങ്കിൽ പോലും അതിനിടയിൽ വന്ന എബോ അവറേജ് ഡീസന്റ് അഭിപ്രായങ്ങളും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. പൂർണ്ണ സംതൃപ്തി ലഭ്യമായില്ല എന്നൊരു അഭിപ്രായം കൂടി എമ്മിന്റെ അഭിപ്രായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. എങ്കിൽ പോലും ഭൂരിപക്ഷം അഭിപ്രായങ്ങൾ പോസിറ്റീവ് തന്നെയാണ്. എം എന്ന സിനിമയ്ക്ക് പിന്നാലെ തിയേറ്ററുകളിലേക്ക് എത്തി ഇന്നലത്തെ രണ്ടാമത്തെ സിനിമയാണല്ലോ കിഷ്കിന്ദ കാണ്ഡം. ആസിഫ് അലി നായകനെത്തിയ സിനിമയാണ്. ഈ ഓണക്കാലത്തിലെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്ന സിനിമ. എല്ലായിടത്തു നിന്നും ഒരുപോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ, ഒപ്പം തന്നെ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ചു. അതോടൊപ്പം തന്നെ മികച്ച ട്വിസ്റ്റ് എല്ലാം തന്നെ ഉള്ളൊരു ത്രില്ലർ സിനിമ തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഓണം റിലീസായിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് 2 മലയാളം സിനിമകളാണല്ലോ. ആ സിനിമകളുടെ അഭിപ്രായങ്ങൾ വന്നിരിക്കുകയാണ്. അതിൽ ആന്റണി വർഗീസിന്റെ വലിയ പ്രതീക്ഷയോട് ഉറ്റുനോക്കിയ കൊണ്ടൽ എന്ന സിനിമ ആവറേജ് മിക്സഡ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം നേടിയെടുത്തതെങ്കിൽ, ബാഡ് ബോയ്സ് എന്ന ഒമർ ലുലു സംവിധാനം ചെയ്ത ഒരുപാട് അഭിനേതാക്കൾ അഭിനയിച്ച മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ തിയേറ്ററുകളിൽ ബിലോ ആവറേജ് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുത്തത്. അപ്പോൾ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4 സിനിമകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയാണ്. 2ാം സ്ഥാനത്ത് ടൊവിനോയുടെ ആണെങ്കിൽ 3ാം സ്ഥാനത്ത് കൊണ്ടൽ എന്ന ആന്റണി വർഗീസ് സിനിമ തന്നെയാണ്. അതേസമയം 4ാം സ്ഥാനത്താണ് ബാഡ് ബോയ്സിന്റെ അഭിപ്രായങ്ങൾ വെച്ചുള്ള സ്ഥാനം. ഇനി അഭിപ്രായങ്ങൾ മാനദണ്ഡമാക്കാതെ ബോക്സ് ഓഫീസ് മാനദണ്ഡമാക്കുകയാണെങ്കിൽ, ബോക്സ് ഓഫീസിൽ 1ാം സ്ഥാനത്ത് നിങ്ങൾക്ക് അറിവുള്ളത് പോലെ ടൊവിനോയുടെ അജയന്റെ രണ്ടാം മോഷണം സിനിമ തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതേസമയം 2ാം സ്ഥാനത്ത് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡമാണ്. 3ാം സ്ഥാനത്താണ് നിലവിൽ കൊണ്ടൽ എന്ന സിനിമ. 4ാം സ്ഥാനത്ത് ബാഡ് ബോയ്സുമാണ്. അങ്ങനെ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട മലയാളം സിനിമകളുടെ ആദ്യ ഫല സൂചനകൾ വന്നിരിക്കുകയാണ്. ഇനി ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ഏറ്റവും അവസാനത്തെ റണ്ണ് കഴിയുമ്പോൾ ഈ പറഞ്ഞ സ്ഥാനമാനങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന് കണ്ടറിയാം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക്.